എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? എനിക്ക് പോണം. എനിക്ക് ഇപ്പൊ പോയി നോക്കൂ. അങ്ങനെ ഇവിടുന്ന് പോണോന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തണ്ടായിരുന്നു. അഞ്ജു എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? എനിക്ക് തോന്നിയതുണ്ട്. നിങ്ങൾ എന്റെ ആരാ? ആരല്ലോ? ആരും അല്ലായിരിക്കാം. പക്ഷെ 15-ാം തീയതി വരെ നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലോ അല്ലേ? പറഞ്ഞ എന്തിനാ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത്? അല്ലെങ്കിലും തന്നെ ഇവിടെ സ്ഥിരമായിട്ട് താമസിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായില്ലേ? അടിസ്ഥാനപരമായിട്ട് ഞാൻ നിങ്ങൾക്ക് വലിയ ശല്യായിരുന്നല്ലോ. ഇപ്പോഴും ആണ്, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ചെയ്തു പോയ തെറ്റിനെ ഞങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അഞ്ജുവിന്റെ കുടുംബത്തെ മാത്രമല്ല, അഞ്ജുവിനെ കൂടെ ഞങ്ങളെ നശിപ്പിച്ചില്ലേ അല്ലേ? പിന്നെ അയ്യോ ഈശ്വരാ, നിങ്ങൾ എന്നെ നശിപ്പിച്ചിട്ടില്ല. നശിപ്പിച്ചു. മോളുവാ, വന്നിട്ട് പല്ല് തേക്ക്, എന്നിട്ട് വല്ലതും കഴിക്കാം, എന്നിട്ട് നമുക്ക് കുളിക്കാം. നമുക്ക് കുളിക്കാന്നോ? നമുക്കല്ല അഞ്ജുവിന്. അഞ്ജു അല്ല, ശാലിനി. ശാലുമോള്. ഓ ശാലിനി. അയ്യോ, ഞാൻ നിങ്ങളുടെ ശാലിനി അല്ല. ആരോട് വെച്ചിട്ട് കാറിന്റെ ടയർ ഊരിയത്? സദാശിവം മര്യാദയ്ക്ക് കാറിന്റെ ടയറുതാ. എനിക്ക് അമ്പലത്തിൽ പോണം. ടയറും കൊണ്ടാണ് അമ്പലത്തിൽ പോകുന്നത്. വാ അഞ്ജുനെ അമ്പലത്തിൽ കൊണ്ടുപോവാം. വന്ന് കുളിക്കേ. പാളയംപള്ളി, ദീപാവളി, ഗുരുദ്വാര. അല്ല, ഇതാര്? എന്താ സദാശിവ, ഈയിടെയായിട്ട് വലിയ പ്രാരാബ്ധമൊക്കെയാണല്ലേ? ഒരു കുടുംബത്തിന് നോക്കുന്നതിന്റെ ബുദ്ധിമുട്ടേ എന്തെല്ലാം ഒരുക്കി കൊടുക്കണം. എന്നാലും നീ ഈയിടെയായിട്ടും നന്നായിട്ടുണ്ട്. ഉണ്ട്, പക്ഷെ ഒന്ന് നന്നായി വരുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എന്റെ ജാതകത്തില്. നല്ല അസല് ജാതകം. ആർക്കാ ഈ പച്ചക്കറി? ഇതാ കുട്ടിക്ക്, അഞ്ജുന്. വെജിറ്റേറിയനാ. പോട്ടെ, ഞാൻ ചെന്നിട്ട് വേണം അതിന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. അയ്യോ, ഒട്ടും സമയമില്ല ചേട്ടാ. ചേട്ടന് ഒരു ദിവസം അതേ ഇറങ്ങ്, നമുക്ക് വിശാലോട് സംസാരിക്കാം. മാത്രമല്ല, ഞാൻ ഉടൻ ചെന്നില്ലെങ്കിൽ പ്രിൻസ് കണ്ട അലവലാദികളൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റും. ചേട്ടൻ അറിയാലോ, ഞാൻ ഒഴിച്ചുള്ള പ്രിൻസിന്റെ കൂട്ടുകാരൊക്കെ വെറും നക്കികളാ. ഞാൻ നിർത്തി, അവനെ ഉപദേശിക്കുന്നത് ഞാൻ നിർത്തി. ഇനി ചേട്ടൻ തന്നെ അവനെ ഉപദേശിച്ചൊന്ന് നന്നാക്കണം. പിന്നെ പ്രിൻസിനോട് വല്ലതും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞേക്കാം, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഊരും പോലെ ഇല്ലാത്തൊരു പെണ്ണിനെ അനിയന്റെ തലയെ കെട്ടിവെച്ചത് ഊരും പേരുമില്ലെന്ന് ആരാ പറഞ്ഞത്? ഊർ ഊട്ടി പേര് അഞ്ജു നമ്പ്യാർ. മേലാല ഫാം ഹൗസിന്റെ പടിഞ്ഞു ചവിട്ടി പോരുത്. പടിഞ്ഞോട്ടാ വീട്ടിനകത്ത് എങ്ങനെ കയറും? അതെ, എനിക്ക് 2 ചേട്ടന്മാരില്ലാതെ പോയത് നിങ്ങളുടെ നല്ല കാലം. ഏത് മന്ത്രവാദി വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്ത് ഇല്ലെന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഭഗവാനെ. സദാശിവ, ഞാൻ സദാശിവനല്ല. സദാശിവ വേണ്ട, ഒന്ന് നിൽക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരുപാട് കാര്യം ഒരാളിപ്പോ പറഞ്ഞിട്ട് പോയേ ഉള്ളൂ. ഒന്ന് നിൽക്ക്. വേണ്ടെന്ന്. സദാശിവ, നീ വാ. നിക്ക് എങ്ങോട്ടിടിച്ച് കയറി പോകുന്നത്? അതെ, ഇത് സർക്കാർ ഗസ്റ്റ് ഹൗസ് അല്ല. MP ബാംഗ്ലൂർ എത്ര ദിവസം കാണും? പത്രക്കാർ വല്ലതും ചോദിച്ചാൽ ഒന്നും പറയണ്ട. MBA ജലദോഷം പിടിച്ച് റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാന്ന് പറ. ശരി, അപ്പോ കഞ്ഞിക്കുഴിയിലെ മീറ്റിംഗിന് കാണാം. ഓ ശരി. അല്ല, ഇതാര്? ദിനേശനോ? എന്താ ദിനേശ, ഒരുപാട് നാളായല്ലോ നിന്നെ കണ്ടിട്ട്. ഇതെവിടെയായിരുന്നു? ഒന്നും പറയണ്ടമ്മേ, തിരക്കോട് തിരക്ക്. മീറ്റിംഗ് ആയി, പാർലമെന്റ് ആയി, ഇപ്പൊ തന്നെ ഡൽഹിയിൽ നിന്ന് വരിക. അമ്മയ്ക്കറിയാലോ, കോട്ടയത്ത് ഈ കോഫി ഹൗസിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ വായി നോക്കി നടന്ന് എന്നെ പിടിച്ച് MP ആക്കിയത് ഹൈക്കമാൻഡാ. ചെത്തി നടന്ന് കോതി തീർന്നില്ല അമ്മേ. അതിനു മുമ്പ് ഇതേ ഖദർ ജുബയായി, ഷാളായി. അല്ല, പ്രിൻസ് എവിടെ? ഇതെന്താ അമ്മ, കല്യാണത്തിന് പന്തലൊന്നും ഇട്ടില്ലേ? ആളും ഇല്ല, അനക്കവും ഇല്ല, വീടാകെ ഉറങ്ങിപ്പോയല്ലോ. ഉറങ്ങിപ്പോയതല്ല, നിന്റെ കൂട്ടുകാരെ ഇറങ്ങിപ്പോയതാ. ആശിച്ചു കൊണ്ടുവന്ന കല്യാണം മുടങ്ങിപ്പോയി. അതെന്ത് പറ്റി? എവിടെയോ കിടന്ന ഒരു പെണ്ണിനെയും കൂട്ടി അവൻ ഫാം ഹൗസിലേക്ക് താമസം മാറ്റി. എനിക്ക് ഒരു മനസമാധാനം ഇല്ല ദിനേശ. ആ പെണ്ണ് ഛർദ്ദിച്ചത്രേ. അത് ചിലപ്പോ ആഹാരം പിടിച്ചിട്ടുണ്ടാവില്ല. ഡൽഹിയിലും ഇതാ അപ്പടി കോളറയാ. അല്ല, മരുമോൾ അങ്ങനെ കാണാൻ സുന്ദരിയാണ്. അത് നീ കാണുമ്പോ തീരുമാനിച്ചാ മതി. മതി. ബാക്കിയുള്ളവരുടെ തീ തിന്നുക. എന്തിനാ അമ്മ ഈ ആവശ്യമില്ലാത്തൊക്കെ തിന്നാൻ പോകുന്നത്? അല്ല, ഞാനിപ്പോ എന്താ വേണ്ടേ? ഇണക്കണോ പിണക്കണോ? അവരിണങ്ങി തന്നെയായിരിക്കുന്നു. ഇനി നീ ചെന്ന് പിണക്കണ്ട. എത്ര മാസായി, എന്നാ ഡേറ്റ് എന്നൊക്കെ ചെന്ന് രഹസ്യമായിട്ട് അന്വേഷിക്കും. ആരും അറിയണ്ട. ആൺകുട്ടിയാവും, അതെനിക്ക് ഉറപ്പാ. MPക്ക് പറ്റിയ പണി.
ഇനി പട്ടാമ്പിക്കില്ല. നമ്മുടെ പ്രിൻസ് കുഞ്ഞിന്റെ ഉണ്ണിക്കുട്ടന് ഗുരുവായൂരിൽ വെച്ച് ചോറൂണും വടക്കുന്നാഥന്റെ മുറ്റത്ത് വെച്ച് 28 കെട്ടിയിട്ട് ഇനി എങ്ങോട്ടും ഉള്ളൂ. കൊച്ചമ്മ പറഞ്ഞയച്ചിട്ടാണ് നമ്മൾ വന്നതെന്ന് ആ കുട്ടി അറിയണ്ട. തോണ്ടിരിക്കുന്നു. മോളെ, അയ്യോ ഇങ്ങനെ ചാടി എഴുന്നേക്കല്ലേ കുഞ്ഞെ. പഴയ ഒരു ദേഷ്യവും ഈ മനസ്സിൽ വെച്ചിട്ടില്ല. അതുകൊണ്ട് പറയുക, കുട്ടി ആരായിരുന്നാലും എനിക്കെന്താ. പക്ഷെ ഈ വയറ്റിൽ കിടക്കുന്ന ഞങ്ങളുടെ കൊച്ചുമോലാളിയല്ലേ. നിങ്ങൾ എന്തായി പറയുന്നത്? ഇതാ ഇപ്പൊ നന്നായി. പേരെടുക്കാൻ വന്ന ഞങ്ങളോട് എന്തിനാ കുഞ്ഞെ പോരെടുക്കുന്നേ? ഇനി കുഞ്ഞൊന്നും ചെയ്യണ്ട, എല്ലാം പാറക്കുട്ടി നോക്കിക്കോളാം. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പരിഹരിക്കാൻ വന്ന ഞങ്ങളോട് ദേഷ്യപ്പെടരുത്, പാവം കിട്ടും. അയ്യോ എന്റെ കുട്ടി, ഈ സമയത്ത് ഇങ്ങനെ വെയിൽ കൊണ്ട് നടക്കല്ലേ, വയറ് പാടും. കോട്ടയ്ക്കലെ ധന്വന്തരം കുഴമ്പുണ്ട്. 2 നേരം എണ്ണ തേച്ച് ചൂടുവെള്ളത്തിൽ തന്നെ കുളിപ്പിക്കണം. ആര് കുളിപ്പിക്കുന്ന കാര്യം നിങ്ങൾ ഈ പറയുന്നേ? അയ്യോ അതാ ഇപ്പോഴത്തെ ചടങ്ങ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യമേ. അപ്പൊ അതൊന്നും അറിയത്തില്ലല്ലേ? ദിവസവും പാലിൽ കുങ്കുമപ്പൂ കുടിക്കണം, എന്നാലേ കുഞ്ഞിന് നിറം വരും. ആ മരുന്ന് മുഴുവൻ കൊടുക്കാം. ധന്വന്തരം കുഴമ്പ് നിങ്ങളുടെ ഒരു കുഞ്ഞെ പണ്ടേ കാത് കെട്ടൂടാ കുഞ്ഞെ. അയ്യോ കാത് കെട്ടൂടാ. അയ്യോ ഈ പെങ്കൊച്ചിന്റെ അയ്യോ മനുഷ്യ, പെണ്ണിന്റെ പുറത്ത് വരുന്നെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം ഇത്രയും മുൻചൂണ്ടിക്കാരിയാണെന്ന് അറിഞ്ഞില്ല. കുഞ്ഞിതെങ്ങനെ സഹിക്കുന്നു? ഗർഭിണിയായിരിക്കുമല്ലയോ, കുഞ്ഞ് തനിയെ കിടന്ന് കഷ്ടപ്പെടുമല്ലോ എന്ന് കരുതിയാ ഞങ്ങൾ ഇത്രയും ദൂരം. അയ്യോ ഓടിക്കോ. എന്ത് പാവം ഞങ്ങൾ ചെയ്തു. അഞ്ജുവിന്റെ ബർത്ത്ഡേ നാളെയാണ്. അവളത് ആഘോഷിക്കില്ല. അല്ലെങ്കിൽ വേണ്ട, തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇല്ല, പറഞ്ഞോളൂ. ഇലയിട്ട് ചെറിയൊരു സദ്യ, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. ഞാൻ അവൾക്ക് നൽകാറുള്ളത് ഇതൊക്കെയായിരുന്നു. മരിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ എന്ന് കൂട്ടിക്കൊള്ളൂ. ആ കുട്ടിക്ക് ഇലയിട്ടൊരു സദ്യ ഒരുക്കുന്നതാണോ ഇത്ര വലിയ ബുദ്ധിമുട്ട്? ഈ ബർത്ത്ഡേ ഞങ്ങൾ ഭംഗിയായിട്ട് തന്നെ ആഘോഷിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല, അഞ്ജു എന്നോട് അങ്ങനെ പറയില്ലെന്നറിയാം. ഇന്നെന്റെ പിറന്നാളാണ്. കേട്ടിട്ട് മുഖത്തൊരു സന്തോഷമില്ലല്ലോ. അതിനിപ്പോ ഞാനെന്ത് വേണം? കൈകൊട്ടി ചിരിക്കണോ? കൈ കൊട്ടണ്ട, ഒന്ന് ചിരിക്കാമല്ലോ. അതല്ലേ ഒരു മര്യാദ. ഇപ്പൊ എനിക്ക് മര്യാദ ഇത്തിരി കുറവാ. നല്ലൊരു ദിവസമായിട്ട് വഴക്കൂടണോ? എന്റെ അടുത്ത് കിന്നരിക്കാൻ വരരുത്. പ്രിൻസ് ആണ് പോലും, പ്രിൻസ്. ഏത് നാട്ടിലെ പ്രിൻസാ നിങ്ങള്? ഞാൻ അമ്പലത്തിൽ പോയി വഴിപാട് കഴിപ്പിച്ചതാ. പ്രസാദം തൊട്ടോളൂ. എനിക്ക് വേണ്ട. അയ്യോ, അങ്ങനെ പറയാൻ പാടില്ല. ഈശ്വരന്റെ പ്രസാദമല്ലേ. ഞാൻ തൊട്ടുതരാം. മുഖത്തൊരു ശ്രീ ഉണ്ടാട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു ശ്രീ. അങ്ങനെ ഒരാൾ മാത്രം ഭൂദേവിയായിട്ടിരിക്കാൻ പാടില്ല. വെരി ഗുഡ്. നിന്നെ അഞ്ജു പറയുന്ന കേക്ക്. പോയി ഒരു സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് മുല്ലപ്പൂവും ചൂടി ഒരു കുറിയൊക്കെ തൊട്ട് ഐശ്വര്യമായിട്ട് വന്നേ. തോട്ടത്തിലെ പണിക്കാർ ഇപ്പൊ എത്തും. നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ഒരു നാദസ്വര കച്ചേരി കൂടി ആയാലോ? ബെസ്റ്റ്. പക്ഷെ അതിന് നാസരത്തിനോടൊപ്പം എല്ലാം കുളമായല്ലോ. നീ സമാധാനായിരിക്കും. നീ എന്ത് മണ്ടത്തിനാണ് ഈ പറയുന്ന സദാശിവ? സെറ്റ് ഉണ്ടാക്കി ഉടുപ്പിച്ച് അവളെ ഇവിടെ കണ്ട അച്ഛനും അമ്മയും വരുമ്പോ എന്നെ നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കും. ഇവളെങ്ങാനും ആ വേഷം ഇട്ടോണ്ട് ഇവിടെ നടക്കുന്ന കണ്ട ഇടിച്ചതിന്റെ ഷേപ്പിനെ മാറ്റി കേട്ടോ. പ്രിൻസേ,